കഴിഞ്ഞ പാർട്ടിൽ ഇത്ര വരെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ മിഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ലേസ് പോലെ വൈറ്റ് കളറിൽ വൈറ്റ് യാണ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വൈറ്റ് വെൽവെറ്റ് യാണ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ വലിച്ച് സ്റ്റിച്ച് ഇടാതെ ചെയിൻ സ്റ്റിച്ചായിട്ട് തന്നെ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഒരു സ്റ്റിച്ചുള്ള ഭാഗത്തിലൂടെ യാണിട്ട് അതിലൂടെ ഹുക്കിട്ട് അതിലൂടെ യാണിനെ വലിച്ച് ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് ലോക്ക് ചെയ്യാം. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ച് സ്റ്റിച്ചിട്ടില്ലേ, അത് എത്ര ലെങ്ത് ഉണ്ടോ അതിന് പാകത്തിന് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഭാഗത്തുമ്പോൾ അതിലോട്ട് ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിനെ ജോയിൻ ചെയ്യാണ്. ഇപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ട അത്രയും ലെങ്ത്താണ് അവിടെ സെൻറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ എന്താ പറയുക, സെൻറ്ററിൽ ജോയിൻ ചെയ്യാം. ഹുക്കിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ ചെയ്യാണ് വേണ്ടത്. ഇനി വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എത്തുന്നത് വരെ ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ആ നോട്ടിൻ്റെ ഭാഗത്തുമ്പോൾ അതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ അതിലൂടെ പുറത്തെടുത്ത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതന്നെ ഫുൾ കണ്ടിന്യൂ ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ഇട്ടു, ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം കേട്ടോ. ഉള്ളിലൂടെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നോട്ടിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇട്ടിട്ടും യാണിന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ മിഡിൻ്റെ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇത് ചെയ്ത് കണ്ടപ്പോൾ ഒരു ലെയറും കൂടെ ചെയ്യണം തോന്നി, അല്ലാതെ തീരെ അത് കാണാത്ത പോലെ. അപ്പോൾ ഞാൻ ഒരു റൗണ്ടും കൂടെ സെയിം ഇതന്നെ ചെയ്തു, കുറച്ച് കട്ടിയിലായിട്ട് വൈറ്റ് ലെയറായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയി. ഞാൻ ഒരു ലെയറും കൂടെ ചെയ്യാണ്, സെയിം ഒരു ലെയറും കൂടെ ചെയ്യാണ്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിട്ട് അതിൻ്റെ പാകം നോക്കിയിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടു, അതെത്തും വരെ ഇങ്ങനെ നേരത്തെ പോലെ തന്നെ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം രണ്ടാമത്തെ റൗണ്ടും
ഇനി അരഭാഗത്തേക്കായിട്ട് ഒരു ടൈപ്പ് കോഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര അളവ് വേണ്ടതനുസരിച്ച് ചെയിൻ ഇട്ട് പോവാം. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ഒരു ടൈപ്പ് കോഡ് ഉണ്ടാക്കി നമുക്ക് ആവശ്യമുള്ള അത്ര ലെങ്ത്തിൽ. ഇനി അത് സ്കേർട്ടിൻ്റെ അരഭാഗത്തേക്ക് കോർത്തെടുക്കണം. അതിനായിട്ട് അരഭാഗത്തെ ആ സെൻറ്ററിലൂടെ ഹുക്ക് ഒന്നിടവിട്ട് കൊണ്ടുപോയി ഓരോ സെയിം അകലത്തിൽ കൊണ്ടുപോകണം. ടൈപ്പ് കോഡിന് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാം. ഇവിടെ നമുക്ക് എലാസ്റ്റിക് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉള്ള മെത്തേഡിലാണ് ഇത് കാണിക്കുന്നത്. എലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇനി മറ്റൊരു വീഡിയോയിൽ ഇതുപോലൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ അരഭാഗത്തേക്ക് ടൈപ്പ് കോഡ് വെച്ചു. ഇനി ഒരു ലൈനിങ് തുണി ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യണം. ഞാനെടുത്ത തുണി അത്ര പിന്നെ സ്റ്റിഫായി നിൽക്കുന്നതല്ല, സ്റ്റിഫായിട്ടുള്ള എടുക്കുക. എന്നിട്ട് ആദ്യം ലൈനിങ് തുണി ഇങ്ങനെ നമ്മൾ ഈ പട്ടുപാവാടൊക്കെ സ്റ്റിച്ച് ചെയ്യും പോലെ ഞെറിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞെറിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഉള്ളിൽ പിന്നെ വെച്ചിട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഈ മെഷീനിൽ മേലെ ഭാഗം വരുന്ന ഭാഗത്ത് റെഡും താഴെ ഭാഗത്ത് വൈറ്റും നൂല് ഇട്ടു. ഇനി അത് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് മറിച്ചിടുകയാണ് ചെയ്യുക. അപ്പം ഇപ്പോൾ ലൈനിങ് അതിൽ വെച്ചടിച്ചു. ഇനി സൈഡ് ഭാഗം കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർ ക്രോഷ്യ വർക്ക് മാത്രം ചെയ്ത് ബാക്കി തയ്യൽക്കടയിൽ കൊണ്ട് കൊടുത്താൽ അവർ സ്റ്റിച്ച് ചെയ്ത് തരും. തുണി എടുക്കുമ്പോൾ സ്റ്റിഫായിട്ടുള്ള ക്ലോത്ത് എടുക്കാൻ നോക്കുക. സൈഡ് ഭാഗം കൂടെ തയ്ച്ച് ഇനി ലാസ്റ്റായിട്ട് മിഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയ വൈറ്റ് യാൺ ഉപയോഗിച്ചിട്ട് കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓരോ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും ഒരു ഈ മിഡിയിലേക്ക് ഇടാനായിട്ടൊരു ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈറ്റ്. അപ്പോൾ അതിൽ ബ്ലാക്ക് ഫ്ലവർ ആയിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ആ ഫ്ലവറും ഈ ഫ്ലവറും കൂടെ എങ്ങനെ ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പോൾ വെൽവെറ്റ് യാണിൽ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാമറയിൽ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് സാധാ യാൺ വെച്ചിട്ട് ഈ ഫ്ലവർ എങ്ങനെ ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.